എന്താണ് ജിൻസന് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശത്തേക്ക് എപ്പോഴേക്കും സൈന്യത്തിനടക്കം എത്തിച്ചേരാൻ കഴിയും എന്നാണ് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത്? പോലെ കേരളത്തിൽ തന്നെ നടക്കുന്ന ഒരു സംഭവ വികാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ദുരന്ത ഭൂമിയിൽ എത്ര പേർ മണ്ണിന് അടിയിലായിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നേരത്തെ പ്രദേശവാസികളുമായി സംസാരിച്ച സമയത്ത് ഈ വീടുകളിലും അതുപോലെ തന്നെ പാടികളിലുമായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇവിടെ നിന്നും നേരത്തെ ഈ ടൗണിന്റെ പ്രദേശത്ത് നിന്നും നമ്മൾ ഏകദേശം 4 കിലോമീറ്റർ മാറിയാണ് നിൽക്കുന്നത്. ഈ മേഖലയിലും ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ പാടികൾ അടക്കമുണ്ടായിരുന്നു. ഇത് അടക്കം ഒലിച്ചു പോയിരിക്കുകയാണ്. ഇവിടുത്തെ നിരവധി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇവരെയൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കർണാടകയും തമിഴ്നാട് സ്വദേശികളുമാണ് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നിലവിൽ ഇവിടെ സമാജമായിട്ടുള്ളത്. നിലവിൽ മഴ നേരിയ കുറവുണ്ടെങ്കിൽ പോലും ഈ മലമുകളിൽ പെയ്യുന്ന മഴ കാരണം ഈ രക്ഷാ ദൗത്യവും കഠിനമായിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തകർക്ക് നിലവിൽ ഈ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആകെ ഉണ്ടായിരുന്ന ഒരു പാലം അത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെലികോപ്റ്റർ മാർഗം അല്ലാതെ ഇവിടെ നിന്നും മറ്റ് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയില്ല എന്ന് പ്രദേശവാസികൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതുവരെയായിട്ടും ഒരു ഹെലികോപ്റ്റർ സർവീസോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ ഈ മുണ്ടക്കൈ മേഖലയിലാണ് ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. അവർ ഈ കുന്നിൽ നോക്കിയാൽ അവരെ കാണാം. പക്ഷേ അവരെ മാറ്റി പാർപ്പിക്കാനോ മറ്റു സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുവരാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഹെലികോപ്റ്റർ സർവീസ് ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ കൂടുതൽ ഒരു അപകട സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്.